നമസ്കാരം. വെള്ളരിക്കുണ്ട് വോയിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പലതര രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. പലതരം മരുന്നുകൾ കഴിച്ച് മടുത്തവരായിരിക്കും. എന്നാൽ രോഗത്തിനൊന്നും മരുന്നില്ലാതെ തന്നെ ചികിത്സിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അക്യുപഞ്ചർ. എന്താണ് അക്യുപഞ്ചർ എന്നായിരിക്കും അടുത്ത സംശയം. അക്യുപഞ്ചറിൽ PhD എടുത്ത് ചികിത്സ നടത്തുന്ന ഡോക്ടർ സജീവ് മറ്റത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹനീയ വ്യക്തിത്വം പരിചയപ്പെടാം. നമസ്കാരം സർ, എന്താണ് ഈ അക്യുപഞ്ചർ ചികിത്സാ രീതി? അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു 8000 വർഷം മുമ്പുള്ള ഒരു ചികിത്സാ രീതിയാണ്. ആ ചികിത്സാ രീതിയിൽ അന്ന് കണ്ടെത്തിയ ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിച്ച് പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് ഇത് കണ്ടെത്തിയൊരു ചികിത്സാ രീതിയാണ്. അന്ന് ആദ്യകാലങ്ങളിൽ ഇത് ശരീരത്തെ തൊട്ടുകൊണ്ട് സ്പർശിച്ചുകൊണ്ടാണ്, പോയിന്റുകളിൽ സ്പർശിച്ചുകൊണ്ടാണ് ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അത് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും അത് ഈ കമ്പിൻ്റെ കഷ്ണം കൊണ്ട് കുത്താൻ തുടങ്ങി, കല്ലിൻ്റെ മുന കൊണ്ട് കുത്താൻ തുടങ്ങി, എല്ലുകൾ അസ്ഥികളുടെ മുല കൊണ്ട് കുത്താൻ തുടങ്ങി. അതിനുശേഷമാണ് ഒരു 5000 വർഷം ആയപ്പോൾ സമയത്താണ് മെറ്റൽ യുഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മെറ്റൽ യുഗത്തിൽ സ്വർണ്ണസൂചി കൊണ്ട് കുത്താൻ തുടങ്ങി, വെള്ളി സൂചി കൊണ്ട് കുത്താൻ തുടങ്ങി, സ്വർണ്ണസൂചി കൊണ്ട് കുത്താൻ തുടങ്ങി, ഇങ്ങനെ ഇരുമ്പ് സൂചി, അങ്ങനെ സ്വർണ്ണസൂചിക്ക് എത്തുമ്പോൾ കൂടുതൽ പൈസ മേടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. അപ്പോൾ ഇത് നശിച്ചു പോയ ഒരു ചികിത്സാ രീതിയാണ്. നമ്മൾ അതിനുശേഷം ഇത് ഉയർത്തെഴുന്നേറ്റ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പം ഈ അക്യുപഞ്ചർ ടച്ചിങ്ങിലൂടെ നമ്മൾ ജീവൻ്റെ എനർജി, അതായത് ഇത് എനർജി ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറ്റിയത് ഞങ്ങളുടെ കാലത്താണ്, ഈ സമയത്താണ്. തൊട്ട് നോക്കി എങ്ങനെയാണ് ഒരു രോഗം മനസ്സിലാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ? പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അഗ്നി, ആകാശം, വായു, ഭൂമി, ജലം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളുണ്ട്. 5 പ്രധാനപ്പെട്ട മെയിൻ ഓർഗൻസ്. നമ്മളൊക്കെ ഓരോ പ്രപഞ്ചങ്ങളാണ്. നമുക്ക് പ്രപഞ്ചങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചങ്ങളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ലിപിയിൽ തീർന്നു മരങ്ങൾ. പക്ഷേ ആ മരങ്ങളിൽ വിവിധ ഐറ്റംസ് ഉണ്ട്, വിവിധ രീതിയിലുള്ള മരങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എണ്ണത്തിൻ്റെ ഇല പരിശോധിച്ചാൽ കിട്ടുന്നതല്ല മറ്റുള്ളതിൻ്റെ ഇല പരിശോധിച്ചാൽ കിട്ടുന്ന ഒരു രീതി. ചികിത്സ അങ്ങനെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി. ഈ ചികിത്സാ രീതി നമ്മുടെ ശരീരത്തിലെ 5 പഞ്ചഭൂതങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് എനർജി നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങി. പ്രകൃതിയിൽ നിന്ന് എനർജി സ്വീകരിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വായു എനർജി, അത് പ്രകൃതിയിൽ പഞ്ചഭൂതത്തിൽപ്പെട്ടാണ് വായു. ആ വായു നമ്മുടെ ലങ്സ് എന്ന് പറയുന്ന അവയവമാണ് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ലങ്സ് വലിച്ചെടുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം തരംഗങ്ങൾ, വായു തരംഗങ്ങൾ, പിന്നെ നമ്മൾ സ്മെല്ല് വരുന്നത്, അനാവശ്യമായിട്ടുള്ള എന്തും നമ്മുടെ ശരീരം വലിച്ചെടുക്കും. ആ വലിച്ചെടുത്ത് അതിൻ്റെ തന്നെ ജീവൻ്റെ എനർജി മാത്രം ലങ്സ് എടുത്തിട്ട് ലങ്സ് സ്വന്തം ജീവിക്കും. അതിനുശേഷം അത് മറ്റുള്ള അവയവങ്ങളിലേക്ക്, അത് ഹാർട്ടിലേക്ക് കൊടുക്കും. 5 പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ 5 അവയവങ്ങളിലേക്കും ഈ ലങ്സാണ് എനർജി എടുത്തിട്ട് ബാക്കിയുള്ള കിഡ്നി, സ്പ്ലീന്, ലിവർ തുടങ്ങിയ ഈ അവയവങ്ങളിലേക്ക് എനർജി കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചികിത്സാ രീതി നമുക്ക് കണ്ടെത്തുന്നത് നമ്മൾ നാഡി പരിശോധിച്ച ശേഷം നമുക്ക് മനസ്സിലാവും ഇത് ഏത് അവയവത്തിനാണ് ഈ ശക്തിക്കുറവ് എന്ന്. ശക്തിക്കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലങ്സ്, ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ ലങ്സാണ് നമ്മൾ പ്രധാനമായിട്ടൊരു ഓർഗനായിട്ട് കണക്കൂട്ടുന്നത്. അത് ലങ്സാണല്ലോ ജീവൻ കൊടുക്കുന്ന സാധനം ലങ്സാണ്. വായു പ്രകൃതിയിൽ നിന്ന് എനർജി വലിച്ചെടുത്തിട്ട് മറ്റുള്ള അവയവങ്ങളിലേക്ക് കൊടുക്കുന്നത് ലങ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അതിനെ കാണുന്നത്. അപ്പോൾ ലങ്സിൽ ഇപ്പം ചില രോഗികൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നമ്മൾ നാടി അവിടെ കിഡ്നി പേഷ്യൻ്റാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് ചികിത്സയിലും മറ്റു റിപ്പോർട്ടെല്ലാം കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ കിഡ്നിക്ക് ഒരു താറാറും കാണിയില്ല. അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ലങ്സിനാണ് താറാറ്. ലങ്സിൻ്റെ താറാറ് വരാൻ കാരണം ലങ്സിൽ നിന്ന് എടുക്കുന്ന എനർജി അത് കിഡ്നിയിലേക്ക് കൊടുക്കാൻ ആർക്ക് സാധിക്കുന്നില്ല? ലങ്സിന് സാധിക്കുന്നത് ബ്ലോക്കായി നിൽക്കുകയാണ്. ഈ ബ്ലോക്കാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റുകൾ അടിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്.
ഈ ശരീരത്തിൽ മറ്റുള്ള ഈ 5 അവയവങ്ങൾ തമ്മിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമാണ് രോഗങ്ങൾ എന്ന് ഞങ്ങൾ പറയുന്നത്. അതിന് പരിശോധനയില്ല, ഒന്നുമില്ല. നാഡി പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ കുഴപ്പം സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവും. ആ നാഡിയെ പരിശോധിച്ചിട്ട് അതിനെവിടെയാണോ നമ്മൾ ഉത്തേജിപ്പിക്കേണ്ടത് അവിടെ ആ പോയിന്റിൽ ഞങ്ങൾ ഉത്തേജിപ്പിച്ച് കൊടുക്കുന്നതാണ് ഞങ്ങൾ രോഗങ്ങൾ ചികിത്സ കൊടുക്കുന്ന ഒരു രീതി. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അക്യുപഞ്ചർ ചികിത്സാ രീതി എങ്ങനെയാണ് ഒരു രോഗിയിൽ ഫലപ്രദമാകുന്നത്? പ്രകൃതി ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങാതിരിക്കുന്നതാണ് നമ്മുടെ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാന ജീവിതശൈലിയിലുള്ള ഏറ്റവും പ്രധാനമായ കാരണം, രോഗം വരാനുള്ള ഏറ്റവും പ്രധാനം കാരണം. എന്താ വെച്ചാൽ 9 മണി വരെ നമ്മളിപ്പോൾ ഉദാഹരണം പറയാം, ഡൽഹിയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി 7 മണി ആകുമ്പോൾ തന്നെ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവിടെ. അതൊരു വൈകുന്നേരം ഒരു 9 മണി കഴിയുമ്പോഴത്തേനും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 9 മണി കഴിഞ്ഞ് 10 മണി 11 മണി 12 മണി രാത്രി വെളുപ്പിന് ഒരു 3 മണി അതായത് ബ്രഹ്മമുഹൂർത്ത സമയമാകുമ്പോഴത്തേനും അത് പൂർണ്ണമായിട്ട് ആ വേസ്റ്റ് മാറി അത് ശുദ്ധമായ ഒരു ഓക്സിജൻ നമുക്ക് അല്ലെങ്കിൽ ശുദ്ധമായ വായു നമ്മൾ ഭൂമിയിലേക്ക് കൊടുക്കുന്ന ഒരു പ്രകൃതിയുടെ നിയമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ 5 പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ശരീരത്തിൽ 5 പഞ്ചഭൂതങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഈ 9 മണി മുതൽ 3 മണി വരെയുള്ള സമയം, ബ്രഹ്മമുഹൂർത്തമുള്ള സമയം. അപ്പോൾ നമ്മളെപ്പോഴും രോഗിയായിട്ട് നമ്മൾ പറയാറുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 9 മണിക്ക് ഉറങ്ങണം, 3 മണിക്ക് ശേഷം എപ്പം വേണേൽ എഴുന്നേക്കാം എന്നാണ്. ജീവിതശൈലി മാറി, ജീവിത രീതി മാറി. കാട്ടിലെ ജീവിക്കുവാണെങ്കിൽ നമുക്ക് ശരിയായ ഓക്സിജൻ കിട്ടും, എല്ലാം പുത്തനാണ് അവിടെ. അവിടെ നമ്മൾ ഫ്രൂട്ട്സ് ആയാലും പഴങ്ങളായാലും ജീവിത രീതിയായാലും എല്ലാം നമുക്ക് എനർജി തരുന്നതാണ്. അതേസമയം നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും എനർജി തരുന്നില്ല. നമ്മുടെ എനർജിയും നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാതെ വരുന്നതാണ് നമ്മുടെ എല്ലാ രോഗത്തിനും കാരണം. ഇപ്പം ജീവിതശൈലി മാറ്റിയ ശേഷം മാത്രം നമ്മൾ ഇപ്പം ജീവിതശൈലി പറഞ്ഞത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റുള്ള ഒരു ചികിത്സാ സംവിധാനങ്ങൾ ജീവിതശൈലി പറഞ്ഞു കൊടുക്കലില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ജീവിതശൈലി രോഗമാണെന്ന് പറഞ്ഞ് അവരതിനെ വട്ടമിട്ട് അതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം ജീവിതശൈലി രോഗം ആണെങ്കിൽ ജീവിതശൈലി മാറ്റിക്കഴിഞ്ഞാൽ രോഗം മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന രോഗികൾ, എന്തെല്ലാം രോഗികൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, എല്ലാവർക്കും സുഖമായ ആളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. കുറേ മാറ്റങ്ങൾ, മലമൂത്ര വിസർജനം പോലും അറിയത്തില്ലാത്ത രോഗികൾ വന്ന് അവർക്കത് പൂർണ്ണമായിട്ടും ഒരു 5-6 വർഷം കൊണ്ട് അവർ പൂർണ്ണമായ സ്ഥിതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓട്ടിസം ബാധിച്ച 100% നമുക്ക് മാറ്റിയതായിട്ട് നമുക്ക് രേഖകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മളെ ചികിത്സയിൽ നടക്കുന്നതാണ്. ഒരു രോഗി സാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് രോഗം തിരിച്ചറിയാൻ പറ്റുന്നത്? രോഗികൾ പലവിധ രോഗങ്ങൾ ആയിട്ട് രോഗികൾ വരാറുണ്ട്. ഡോക്ടർമാർ ഉപേക്ഷിച്ച രോഗികൾ, അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയിട്ട് സുഖം കിട്ടാത്ത രോഗികൾ, ആശുപത്രി പോലുള്ള സ്ഥാനങ്ങളിൽ പോയിട്ട് സുഖം കിട്ടാത്ത രോഗികൾ. അപ്പോൾ ശ്വാസമുട്ടലായിട്ട് ഉദാഹരണത്തിന് ശ്വാസമുട്ടലിന് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ശ്വാസമുട്ടലിൽ രോഗിക്ക് നമ്മൾ എവിടെയാണെന്നുള്ള പോയിന്റ് നമുക്ക് തൊട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മൾ എനർജി കൊടുക്കേണ്ടതെന്ന്. നമ്മളവിടെ എനർജി കൊടുത്ത് ചികിത്സയ്ക്ക് നമ്മൾ വിടും. നമ്മൾ 8 ദിവസത്തിൽ 1 ദിവസമാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അവർക്കത് ആ ഇൻഹീലിൽ വെച്ചുകൊണ്ടിരുന്ന രോഗിയായാലും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന രോഗിയായാലും മരുന്നുകളില്ലാതെ ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. മരുന്നുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ചികിത്സ കൊടുത്ത ശേഷം അവർക്ക് മരുന്ന് എടുക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് അവർ വരുന്നില്ല. അവരത് ശ്വാസമുട്ടലുണ്ടാകുകയില്ല, അവരത് പിറ്റത്തെ ആഴ്ച അങ്ങനെ ഒരു കുറച്ച് ആഴ്ചകൾ അടുപ്പിച്ച് വന്ന് ആഴ്ചകളിൽ വന്ന് ചികിത്സ എടുത്തു കഴിയുമ്പോൾ അവർക്ക് രോഗം ഭേദമായതായിട്ട് അവർക്ക് തന്നെ ബോധ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം ഒത്തിരി രോഗികൾ വരാറുണ്ട്, വിവിധ അതായത് നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത രോഗങ്ങളുമായിട്ടാണ് രോഗികൾ വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രോഗത്തിന് പേരില്ല, BP ഇല്ല, ഷുഗർ ഇല്ല, ശ്വാസം ഒന്നുമില്ല. അവരുടെ എന്താണ് അവരുടെ ബുദ്ധിമുട്ടിനാണ് ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നത്. രോഗത്തിന് പേരില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പൊതുസമൂഹത്തോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? രോഗികൾ വളരെ നല്ല രീതിയിലാണ് നോക്കിക്കാണുന്നത്. എൻ്റെ അടുത്ത് 1 രോഗി വന്നു, 2 രോഗി വന്നു, 3 രോഗി വന്നു, അങ്ങനെ ലക്ഷക്കണക്കിന് രോഗികൾ ഇപ്പം വന്നുപോയി. അതിപ്പോൾ സുഖമില്ലാതെ ഇരുന്നിട്ടല്ല ആൾക്കാർ വരുന്നത്. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒരു വാക്ക് പറയാം. ഞാൻ ഒരു 28 വയസ്സ് കാലഘട്ടത്തിൽ ഞാനൊരു BP ഷുഗർ പേഷ്യൻ്റായിരുന്നു. 28 വയസ്സ് നമ്മളൊരു പ്ലാനറായിട്ടും മറ്റു കാര്യങ്ങളാക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഉണ്ടായിരുന്നു, ബിസിനസ് ആണ്, നമ്മളൊരു പ്ലാനറുമാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ വഴിതെറ്റി ജീവിച്ച ആളാണ്. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ, അങ്ങനെ ഉറക്കമില്ലാതെ പൊതുരംഗ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട സമയത്ത് നമ്മൾ ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. ജീവിതശൈലി മൊത്തം മാറി നമ്മൾ ജീവിക്കുമായിരുന്നു. ഏതെങ്കിലും സമയത്ത് വീട്ടിൽ വരും, ഏതെങ്കിലും സമയത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ജീവിച്ച കാലഘട്ടത്തിലാണ് എനിക്ക് BP ഷുഗർ പിടിച്ചു. ഷുഗർ പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു 7 ഗുളികയോളം ഞാൻ ഷുഗറിന് കഴിച്ചു. ഷുഗർ കുറയുന്നില്ല. അതിനുശേഷം BP കൂടിയായി, 2 ഗുളിക BP, അങ്ങനെ 9 ഗുളിക ഞാൻ 2 വർഷക്കാലം കഴിച്ചു.
2 വർഷക്കാലം 28 വയസ്സ് 30-31 വയസ്സ് വരെ ഞാൻ ഗുളികയിലാണ് ജീവിച്ചത്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോധം കിട്ടു വീഴും. അപ്പോൾ എൻ്റെ ഭാര്യ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. അപ്പം ആശുപത്രി പോകും, ഇങ്ങനെ തിരിച്ചു വരും. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത് സംഗതി പോയ ഒരു 5 കൊല്ലത്തുക്കുള്ളിൽ ജീവിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ തേർത്തല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാൾ നടത്തുന്ന ഒരു പ്രത്യാശാ പ്രകൃതി സഹകേന്ദ്രത്തിൽ അയാളോട് ബന്ധപ്പെടാൻ, ആ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ ആ പ്രത്യാശാ പ്രകൃതി കേന്ദ്രത്തിൽ പോയി ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് ഒരു 20 ദിവസത്തെ ഒരു കോഴ്സ് ചെയ്തു. അന്ന് ഞാൻ ഗുളിക എൻ്റെ ജീവിതത്തിൽ മരുന്നുകളെല്ലാം നിർത്തിയതാണ്. അതിന് ശേഷമാണ് ഞാൻ അക്കിപ്പഞ്ചിലെത്തുന്നത്. അക്കിപ്പഞ്ചിലെത്തിയിട്ട് ഏകദേശം ഞങ്ങൾ ഇപ്പോൾ ഒരു 28 വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ എൻ്റെ ജീവിത എക്സ്പീരിയൻസും ഇതെല്ലാം പഠിച്ച് ഇതിലേക്ക് എത്തിയ ഒരാളാണ്. അതിനുശേഷം അക്കിപ്പഞ്ചറിൽ ഞാൻ ക്ലിനിക്ക് ഇട്ടു. ഏകദേശം ഒരു 9 വർഷം മുമ്പാണ് ഞാൻ ഇരുന്ന് ചികിത്സ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഇഷ്ടംപോലെ ചികിത്സകൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്തു. അതിനുശേഷം ക്ലിനിക്ക് ഇട്ട് ഞാനിപ്പം ചികിത്സ ചെയ്യാൻ തുടങ്ങി. എനിക്കിപ്പോൾ മാവുംകാലിൽ ഒരു ക്ലിനിക്കുണ്ട്. അതിനുശേഷം ഞാൻ കനകപ്പള്ളി എന്ന സ്ഥലത്തൊരു ക്ലിനിക്കുണ്ട്. അതുപോലെ തളിപ്പറമ്പിൽ എനിക്ക് ക്ലിനിക്കുണ്ട്. 3 സ്ഥലത്ത് തിങ്കൾ, ചൊവ്വ, ബുധൻ പ്രകാരം ഞാൻ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു രോഗവും ഇല്ലാതെ കാട്ടിലെ മൃഗങ്ങളെപ്പോലെയും കാട്ടിലെ മനുഷ്യരെപ്പോലെയും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. കാരണം നേരത്തെ തന്നെ ഉറങ്ങുക, ശരീരത്തിൻ്റെ അറിയിപ്പിനെ മാത്രം ശ്രദ്ധിക്കുക. ശരീരം എന്ത് ചോദിക്കുന്നു അത് കൊടുക്കുക. ശരീരമാണ് ഡോക്ടർ. ശരീരം വിശപ്പ് തന്നാൽ ഭക്ഷണം കഴിക്കുക, ശരീരം വിശന്നില്ല കഴിക്കണ്ട. ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക. അമിതമായ ജലം ശരീരത്തിന് ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ശരീരം അത് ചോദിക്കും. കാട്ടിലെ മൃഗങ്ങളെല്ലാം അങ്ങനെയല്ലേ. അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങുക, 3 മണിക്ക് ശേഷം എഴുന്നേൽക്കുക. ഏത് സമയത്ത് എഴുന്നേറ്റാലും കുഴപ്പമില്ല. സാധാരണ ആൾക്കാർ അത്തരം രീതിയിൽ ജീവിച്ചാൽ ഒരു രോഗവും ഇല്ലാതെ, മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല സുഖമായിട്ട് ദൈവം തന്നെ ആയുസ്സിൽ നമുക്ക് കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേറെ ഒന്നും വേണ്ട. നമ്മൾ കറക്റ്റായിട്ട് ജീവിക്കുക. ശരീരത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ അറിയിപ്പുകളെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. മൃഗങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അത് ജീവിക്കാനാണ് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പം പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ചികിത്സാ രീതി ഇപ്പോൾ 5ാമത്തെ ബാച്ച് നടന്നു കഴിഞ്ഞു. ഈ ഓഗസ്റ്റ് 31-ാം തീയതി അവരുടെ കോൺവെക്കേഷനാണ്. അതേപോലെ തന്നെ 6ാമത്തെ ബാച്ച് തുടങ്ങുന്നതാണ്. എല്ലാവർക്കും വളരെ താല്പര്യമുണ്ട്. നമ്മൾ രോഗികളായ ഡോക്ടറായിരുന്ന ആൾക്കാരാണ് കൂടുതലും. രോഗികളാണ്, ഇത് കേട്ടറിഞ്ഞ് വരുന്നതല്ല, ഇതിൻ്റെ അനുഭവം കൊണ്ട് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് കൂടുതലും ഈ കോഴ്സിലേക്ക് വരുന്നത്.